ഹായ് ഫ്രണ്ട്സ്, മണ്ഡലകാലമൊക്കെ അല്ലേ ഇത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു അരവണപ്പായസം തയ്യാറാക്കിയാലോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല രുചികരമായിട്ടുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതുമായുള്ള അരവണപ്പായസമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പായസം തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഉണക്കലരിയാണ് കേട്ടോ. 250 ഗ്രാം അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഉണക്കലരിയെന്നും പായസം അരിയെന്നും ഒക്കെ ഇതിന് പറയാറുണ്ട്. ഇനി ഈ അരി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ചുവന്ന മട്ട റൈസ് ഉണ്ടല്ലോ, അതാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 3-4 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയ ശേഷം നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് തോരാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ നല്ലതുപോലെ നമുക്കൊന്ന് കഴുകി എടുത്തു വരാം. ഇതാ കണ്ടില്ലേ, നമ്മൾ അരിയൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് വെള്ളം മാറാനായിട്ട് നമ്മളൊന്ന് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശർക്കരയൊന്ന് തയ്യാറാക്കിയെടുക്കാം. ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു 600 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നല്ല കറുത്ത ശർക്കര വേണം കേട്ടോ. ഇതിനെക്കാട്ടിലും നല്ല കറുത്ത ശർക്കര നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുറച്ചുകൂടി കളറ് കിട്ടും അരവണ പായസത്തിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അരിയിച്ചെടുക്കണം. ഇതാ കണ്ടില്ലേ, തിളച്ച് വന്നപ്പോൾ തന്നെ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഒരു നൂൽപ്പരുവൊന്നും ആകേണ്ട ആവശ്യമില്ല കേട്ടോ. ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് അരിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം. ശർക്കരയൊക്കെ നമ്മൾ അരിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ടത് ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് എടുക്കേണ്ടത്. അപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അരി നമ്മൾ ആദ്യം ഈ ഒരു രീതിയിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് വറുത്തെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ അരവണ പായസത്തിലെ ആ അരി കിടക്കില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് ഈ അരവണ പായസം കിട്ടത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വറക്കാതെ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ സാധാരണ ചോറ് പോലെ അങ്ങ് വെന്തു പോകും. അപ്പം അരവണ പായസത്തിൻ്റെ ആ ഒരു രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അരി നെയ്യിൽ ഇതേ രീതിയിലൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് കൈവിടാതെ നല്ലതുപോലെ ഇളക്കി ചേർക്കണം. എല്ലാ ഭാഗത്തും നമ്മുടെ ഈ സ്പൂണ് ചെല്ലുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കുറച്ച് അരി പച്ചക്ക് ഇരിക്കും കേട്ടോ. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അരി നന്നായിട്ട് പരുവമായിട്ട് വരുമ്പോഴേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി ഒന്ന് ചൊക്കി വരും. ആ ഒരു രീതിയിൽ ആവണം നമ്മുടെ അരി കേട്ടോ. ചെറുതായിട്ട് പൊട്ടുന്ന ഒരു സൗണ്ടും വരും. ആ ഒരു രീതിയിൽ വരെ നമ്മൾ അരി ഒന്ന് വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റോളം ഞാൻ ഇതേ രീതിയിൽ കൈവിടാതെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അരിയൊക്കെ വിട്ട് വന്നിട്ട് നമുക്കിത് ഇളക്കി ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം അരിയൊക്കെ നല്ലതുപോലെ ഒന്ന് വറുത്ത് നല്ല രീതിയിലായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളമാണ്. പച്ചവെള്ളം ഒഴിക്കരുത്. നല്ല തിളച്ച വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ അരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇത്രയും മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കാരണം ഇത് അടുക്കി പിടിക്കാൻ പാടില്ല. അടുക്കി പിടിക്കാതെ നല്ല രീതിയിലൊന്ന് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരുപാടങ്ങ് വറ്റേണ്ട ആവശ്യമില്ല. കുറച്ച് ഒന്ന് വറ്റി വന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഇപ്പം നമ്മുടെ അരിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വറ്റി വരാനായിട്ട് നിൽക്കണ്ട. ഒരുപാട് വറ്റിയാൽ ഇത് അടുക്കി പിടിക്കും. ഈ ഒരു രീതിയിൽ അരി നന്നായിട്ട് വെന്തും വരണ്ട, ഒന്ന് കുതിർന്ന് നല്ല രീതിയിലൊന്ന് വന്നാൽ മാത്രം മതി. ഒരുപാട് അരി വെന്തും വരരുത്. നമ്മുടെ അരവണ പായസത്തിൻ്റെ അരി ഒരുപാട് വേവരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ 2 പാത്രത്തിലായിട്ട് ശർക്കരപ്പാനി അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പായസം വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടും നെയ്യുടെ അളവായാലും അതുപോലെ ശർക്കരയുടെ അളവും കൂടുതലാണ് ഇതിലേക്ക് വേണ്ടത്. നന്നായിട്ട് തന്നെ ശർക്കര ചേർക്കണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ നെയ്യും ചേർത്തുകൊണ്ടിരിക്കണം.
നമ്മൾ ഹൽവയ്ക്കൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്തുകൊണ്ടിരിക്കണം. നെയ്യും ശർക്കരയും കൂടി ചേർന്ന് വരുമ്പോഴാണ് നമ്മുടെ ഈ പായസം നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് പായസം കേടാവുകയൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. കൈവിടാതെ നമ്മൾ ഇളക്കി ചേർത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാക്കൊത്താണ്. നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കിസ്മിസും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കറുത്ത മുന്തിരിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് കറുത്ത മുന്തിരി കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കൽക്കണ്ടം കൂടിയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കൽക്കണ്ടം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൽക്കണ്ടത്തിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ചുക്കുപൊടിയും ഏലക്കായും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടി ഒന്നിച്ച് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൈവിടാതെ തന്നെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവുകയും ചെയ്യും. നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പൂജകളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് പായസം ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം ഇനി ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് വറ്റി വരുന്നത് കൊണ്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ അതാണ് നമ്മുടെ ശർക്കരയൊക്കെ വറ്റിയിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അരി വെന്തൊന്നും പോവുകയില്ല കേട്ടോ. ആദ്യം നമ്മൾ അരി നല്ലതുപോലെ വറുത്തെടുത്തുകൊണ്ട് വെന്തൊന്നും പോവുകയില്ല. കുറച്ചുകൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടൊക്കെ ഒന്ന് മാറി ഒന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വന്ന് നല്ല സൂപ്പറായിട്ട് തന്നെ വരും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ അരവണ പായസമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന നല്ലൊരു പായസമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത് വരുമ്പോഴേക്ക് നല്ല കറക്റ്റ് പരുവായിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ പായസത്തിൻ്റെ ചൂടൊക്കെ മാറി വന്നപ്പോൾ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, ചോറൊന്നും വെന്തൊന്നും പോയിട്ടില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ പായസം ഒരാഴ്ച വരെ നമുക്ക് കേടാകാതെ പുറത്ത് സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. കഴിച്ചാലും മതിയരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരവണ പായസമാണ്. കണ്ടിട്ട് തന്നെ നമുക്ക് കൊതിയാകും കേട്ടോ. കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇത് അവർ കഴിച്ചോളും. നല്ല സൂപ്പറാണ്. നെയ്യൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് കേടാവുകയൊന്നുമില്ല. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. Thank you.